മുഅ്മിനീങ്ങളെ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച അധ്യാപനങ്ങൾ അനുസരിച്ച് തവക്കുലിനെ കുറിച്ച് പറയാനാണ് ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. തവക്കുൽ എന്ന വാക്കിൻ്റെ അർത്ഥം ഏൽപ്പിക്കുക എന്നാണ്. പക്ഷെ അത് തസവ്വുഫിൻ്റെ ഒരു സാങ്കേതിക പ്രയോഗമാണ്. അപ്പം ആ അർത്ഥമല്ല ഉണ്ടാകുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ സൗമ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നാണ് എൻ്റെ അർത്ഥം. പക്ഷെ ഫിഖ്ഹിൽ സൗമ് എന്ന് പറഞ്ഞാൽ പിടിച്ചു നിൽക്കുക എന്നല്ല, നോൽമ്പ് നിൽക്കുക എന്നാണ്. സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കുക എന്നാണ് അർത്ഥം. പക്ഷെ ഫിഖ്ഹിൽ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ദ്വാരക്കലല്ല, നിസ്കരിച്ചലാണ്. ഇതിനെയാണ് സാങ്കേതിക പ്രയോഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തസവ്വുഫിന്റെ ഭാഷയിൽ തവക്കുൽ എന്ന് പറഞ്ഞാൽ എവിടെങ്കിലും ഏൽപ്പിക്കലല്ല, അള്ളാനെ ഏൽപ്പിക്കണതിനാണ് തവക്കുൽ എന്ന് പറയാം. പള്ളിയിൽ നിന്ന് നിസ്കരിക്കാൻ വരാൻ വേണ്ടി വാങ്ക് കൊടുക്കുകയാണ്, ഹയ്യാലസ്സലാ, നിസ്കരിക്കാൻ വരൂ, ഹയ്യാലൽ ഫലാഹ്, വിജയത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോൾ ശരിക്കെന്താ പറയേണ്ടത്? ദാ വരുന്നോ എന്നാ പറയേണ്ടത്. പക്ഷെ പറയാൻ വേണ്ടി നിർദ്ദേശിച്ചിട്ടുള്ളത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം, ഉന്നതനും മഹാനുമായ അള്ളാഹു വിചാരിച്ചാലല്ലാതെ വരാൻ കഴിയൂല എന്നാണ് പറയാൻ പറഞ്ഞത്. ഇതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. എല്ലാ ദിക്റുകളും തവക്കുലിനുള്ളതാണ്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, റഹ്മാനും റഹീമുമായ അള്ളാഹുവിൻ്റെ പേര് കൊണ്ട് ഞാൻ തുടങ്ങുന്നു. അത് തവക്കുലിൻ്റെ ദിക്റാണ്, അള്ളാഹിനെ ഏൽപ്പിക്കാനുള്ള ദിക്റാണ്. വൈകുന്നേരവും രാവിലെയും സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അദീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലും. അത് തവക്കുലിൻ്റെ ദിക്റാണ്. വണ്ടിയിൽ കയറുമ്പോൾ നമ്മൾ ചൊല്ലും സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. സുബ്ഹാനല്ലദീ, വരല്ലാഹു എത്ര പരിശുദ്ധനാണ്. സഖറ ലനാ ഹാദാ, ഈ വാഹനത്തെ അവൻ നമുക്ക് കീഴ്പ്പെടുത്തി തന്നു. വമാ കുന്നാ ലഹു മുഖ്രിനീൻ, നമുക്കതിന് കഴിയുമായിരുന്നില്ല. അതൊരു തവക്കുലിൻ്റെ ദിക്റാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഇണചേരുന്ന സമയത്ത് പറയണം ബിസ്മില്ലാഹി അല്ലാഹുമ്മ ജന്നിബ്ന ശൈത്വാന വജന്നിബി ശൈത്വാന ഫീമാ റസഖ്തനാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ നൽകുന്ന സന്താനങ്ങളിൽ ശൈത്താന്റെ ബുദ്ധിമുട്ടിനെ തൊട്ട് കാക്കണേ. അതൊരു തവക്കുലിൻ്റെ ദിക്റാണ്. അങ്ങനെ നമ്മളെല്ലാ ദിക്ർ പരിശോധിച്ചാലും ഒക്കെ തവക്കുലാണ്. എല്ലാ ദിക്റുകളും തവക്കുലാണ്. മുസ്തഫായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തവക്കുലിന്റെ ഉദാഹരണം പറഞ്ഞത് പക്ഷികളെയാകുന്നു. തവക്കുലിന് ഉദാഹരണം പറഞ്ഞത് പക്ഷിയെയാണ്. പക്ഷികളെ രാവിലെ കൂടിൽ നിന്ന് ഇറങ്ങി എങ്ങോട്ടെന്നില്ലാതെ യാത്ര ചെയ്യുന്നു. തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ, ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടിൽ നിന്ന് പുറത്തു പോവുകയും നിറഞ്ഞ വയറുമായി വൈകുന്നേരം മടങ്ങി വരികയും ചെയ്യുന്നു. നമ്മളെ പെരയിൽ നാടൻ കോഴിയുണ്ടെങ്കിൽ ഒരു ദിവസം ഹർത്താലുള്ളെന്ന നാടൻ കോഴിനെന്ന് അറുത്തിട്ട് അതിൻ്റെ കൊടലിൻ്റെ ഉള്ളിൽ പരിശോധിച്ചു നോക്കിയാൽ വെള്ളാരൻ കല്ലുകൾ ഉണ്ടായിരിക്കും, വെളുത്ത കല്ലുണ്ടാവും. കോഴി വൈകുന്നേരം കൂട്ടിലേക്ക് പോകുന്ന സമയത്ത് സ്ഥലം വയറ്റിൽ ബാക്കിയുണ്ടെങ്കിൽ കല്ല് തിന്നുകൊണ്ട് വയറ് നിറച്ചാണ് പോകാറുള്ളത്. കാരണം കോഴിക്ക് കല്ല് ദഹിക്കും. എന്തേ കോഴിക്ക് കല്ല് ദഹിക്കാൻ കാരണം? കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്യുന്നു എന്നതാണ്.
മനുഷ്യൻ തിന്നണ ഭക്ഷണത്തിലെങ്ങാനും കല്ല് പെട്ടാല് അത് നമ്മുടെ കുടലിൻ്റെ അറ്റത്ത് അപ്പൻഡിക് എന്ന് പറയുന്ന ഒരു ഉപകരണമുണ്ട്, അതിലേക്ക് പോകും. അതിൽ പോയാൽ അത് ചീഞ്ഞിട്ട് അപ്പൻഡിസൈറ്റിസ് എന്ന രോഗം ഉണ്ടാവും. സർജറിക്ക് 60,000 ഉറുപ്പ്യാണ്. കോഴിക്കാ കുഴപ്പമില്ല. ഏതെങ്കിലും കോഴി കല്ലുന്നതിൻ്റെ പേരിൽ അപ്പൻഡിസൈറ്റിസ് ഉണ്ടായതായി നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. എന്തേ കാരണം? കോഴി അള്ളാഹുവിനെ തവക്കുൽ ചെയ്തിരിക്കുന്നു എന്നതും നമ്മൾ അള്ളാഹുവിനെ ഏൽപ്പിച്ചിട്ടില്ല എന്നതുമാകുന്നു കാരണം. ഇങ്ങനെ ദുന്യാവിലെ ഏത് ജീവിയെ പരിശോധിച്ചാലും എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിക്കുന്നതിനെയാണ് തവക്കുൽ എന്ന് പറയുന്നത്. അമ്പിയാക്കളിലെ ഏറ്റവും പ്രധാനപ്പെട്ട തവക്കുലിന്റെ ഉദാഹരണം സയ്യിദുനാ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ആകുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവ് തീയിലിടാൻ തീരുമാനിച്ചു. ലോകത്തെ ആദ്യത്തെ അഗ്നിയാരാധകർ ഇബ്രാഹിം നബിയുടെ സമൂഹമായിരുന്നു അലൈഹിസ്സലാം. നമ്രൂദ് രാജാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തീയിലിടാൻ തീരുമാനിച്ചിട്ട് വലിയൊരു കുഴി ഉണ്ടാക്കി. നമ്മളെ മദ്രസന്റെ ഗ്രൗണ്ടിന്റെ അത്ര വലിപ്പമുള്ള വലിയൊരു കുഴി. എന്നിട്ട് ഓരോ ദിവസം ഓരോ വീട്ടുകാര് അതിലേക്ക് വിറക് കൊണ്ടുവന്നിട്ടു. പള്ളിക്കത്തെ മോലിയർക്ക് ചെലവ് കൊണ്ടുവരും പോലെ ഇരുന്നു ഒരു വിറക് കൊടുന്നിരുന്നത്. ഒരു ദിവസം ഒരു പെരയെന്ന്, അടുത്ത ദിവസം മറ്റേ പെരയെന്ന്. അങ്ങനെ എല്ലാ വീടുകളിൽ നിന്നും വിറക് കൊണ്ടുവന്നിട്ട് കത്തിച്ചിട്ട് അവസാനം കിലോമീറ്ററുകളോളം ദൂരത്തിൽ പക്ഷികൾക്ക് പോലും പറക്കാൻ കഴിയാതെയായി. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അതിലിടേണ്ട സമയമായപ്പോ അവർക്ക് കൊണ്ടുപോയി ഇടാൻ കഴിയാതെയായി. കാരണം കൊണ്ടുപോയിടണമെങ്കിൽ ആരെങ്കിലും ആ തീയിൻ്റെ അടുത്തേക്ക് പോകണ്ടേ. ആ തീയിൻ്റെ അടുത്തേക്ക് പോലും ആർക്കും പോകാൻ പറ്റാത്ത അവസ്ഥയായി. ആ സമയത്ത് ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടു. നമ്രൂദിനോടും കൂട്ടരോടും ചോദിച്ചു, എന്താ നിങ്ങളെ പ്രശ്നം എന്ന് ചോദിച്ചു. ഓല് പറഞ്ഞു, ഞങ്ങളുടെ വിഗ്രഹങ്ങളെയും പടച്ചോന്മാരെയും എല്ലാം ആക്ഷേപിക്കുന്ന ഈ ഇബ്രാഹിമിനെ കരിച്ചു കളയാൻ വേണ്ടി ഒരു അഗ്നികുണ്ഡം എന്ന തീയുണ്ടാക്കി. പക്ഷേ അതിലേക്ക് കൊണ്ടുപോയിടാൻ കഴിയണില്ല. ദൂരത്ത് നിന്ന് നോക്കാൻ മാത്രമേ കഴിയുള്ളൂ. അതിനേക്കാൾ വലിയ ചൂടാണ് എന്ന് പറഞ്ഞു. ലഅനത്തുല്ലാഹി അലൈഹിയായ ഇബ്ലീസ് പറഞ്ഞു, അതിന് ഞാനൊരു വഴി പറഞ്ഞു തരാം. തെറ്റുവില്ല് എന്ന പേരായ ഒരു സാധനമുണ്ട്, അത് ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. അതിൽ ഓല് ചോദിച്ചു, വല്ലിപ്പ എന്താണ് ഈ തെറ്റുവില്ല് എന്ന് ചോദിച്ചു ലഅനത്തുല്ലാഹി അലൈഹിയോട്. മുമ്പൊരു വലിയൊരു വല്ലിപ്പാന്റെ കോലത്തിലാണ് വന്നിട്ടുള്ളത്. എന്താ തെറ്റുവില്ല് എന്ന് ചോദിച്ചു. അതിൽ മൂപ്പര് പറഞ്ഞു കൊടുത്തു, ഒരു വലിയ മുള, ഒരു വലിയൊരു കാലിങ്ങനെ കുഴിച്ചിടുക, എന്നിട്ട് നല്ലോണം അടി ഉറപ്പിച്ച് കുഴിച്ചിട്ടതിൻ്റെ ശേഷം അതിൻ്റെ മുകൾ ഭാഗം ഇങ്ങനെ മടക്കിക്കൊണ്ടുവരിക. എന്നിട്ട് ഇബ്രാഹിമിനെ ഒരു കയറുമ്മ കെട്ടിയിട്ട് അയിമാണ് കൊളത്തിയാൽ അങ്ങോട്ട് വിട്ടാൽ ഈ വടിയാണ്ട് നീരുമ്പോൾ അതിൻ്റെ ഒപ്പാണ് പോയിങ്ങാണ്ട് ചാടിക്കോളും എന്ന് പറഞ്ഞു. ഓൽക്ക് വലിയ സന്തോഷായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ തീയിലിടാൻ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഓല അത് ചെയ്യാണ്. സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ നമ്രൂദ് രാജാവിന്റെ പട്ടാളക്കാര് തീയിലേക്ക് ഇടാൻ വേണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോ നസലൽ അമീൻ മലക്ക് ജിബ്രായീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് ചോദിച്ചു, ഇബ്രാഹിം നബിയെ നിങ്ങൾക്ക് വല്ല ആവശ്യവുമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, അമ്മാ ഇലൈക ഫലാ, നിങ്ങളിലേക്ക് എനിക്ക് ഒരാവശ്യവുമില്ല എന്ന് പറഞ്ഞു. അപ്പ ജിബ്രീൽ അലൈഹിസ്സലാം ചോദിച്ചു, എന്നിലേക്ക് ആവശ്യമുണ്ടോ എന്നല്ല, ഞാൻ ജിബ്രീലാണ് അലൈഹിസ്സലാം, അള്ളാന്റെ അടുത്തുനിന്ന് വരികയാണ്.
അള്ളാഹുവിലേക്ക് നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാൻ പറഞ്ഞതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സയ്യിദുനാ ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞു, എനിക്കെന്താണ് ആവശ്യമുള്ളതെന്ന് എന്നേക്കാൾ അറിയുന്നവനാകുന്നു എൻ്റെ റബ്ബ്, ഓനോട് എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഗതി. ഇതിൻ്റെ പേരാണ് തവക്കുൽ എന്ന് പറയുന്നത്. നമുക്ക് തവക്കുലുണ്ട് എന്ന് വാദം ഉണ്ടാവും, ഏൽപ്പിക്കണ പണിയൊന്നുമില്ല. വാദിച്ചതുകൊണ്ട് അല്ലാഹു തആല ഏറ്റെടുക്കൊന്നുമില്ല, ഏൽപ്പിച്ചാലേ ഏറ്റെടുക്കുള്ളൂ. ഇന്റെ കുട്ടിയേക്ക് അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ, ഇങ്ങനെ നമ്മൾ ചിന്തിക്കാം. എൻ്റെ കുട്ടിക്ക് അരി വാങ്ങാൻ ഞാൻ തന്നെ അധ്വാനിച്ചിട്ട് വേണ്ടേ? അനക്ക് അരി വാങ്ങണത് തന്നെ നീ അധ്വാനിച്ചിട്ടല്ല. അനക്കരി വാങ്ങണേന്ന് അധ്വാനിച്ചിട്ടില്ല, നല്ല കുട്ടികളെ കാര്യം. ഞാൻ ഇപ്പം മഗ്‌രിബിന്റെ ശേഷം എന്തെല്ലാം സാധനം തിന്നു നിങ്ങൾ, നെയ്ച്ചോറ്, വെള്ളറക്കിയിട്ട് കാര്യം മൂല്യരായ വലിയ തോഫിക്ക് ഉണ്ടാവും. അതാണ് നെയ്ച്ചോറ്, കോഴി, ആട്, പച്ചക്കറി, മീൻകറി, ചപ്പാത്തി, ഇങ്ങനെയുള്ള എനിക്ക് പേര് പറയാൻ അറിയാത്ത സാധനങ്ങളുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടായി. അത് അധ്വാനിച്ചിട്ടൊന്നല്ല. പിന്നെന്താ? തൗഫീഖ്. അതാണ് ആ തൗഫീഖ്. തവക്കുലുണ്ടായാലേ ഉണ്ടാവുള്ളൂ. ഗോഡൗൺ നിറയെ അരി ഉണ്ടായിട്ട് കാര്യമില്ല, ചാങ്ക് കൂടെ കീപ്പട്ടാണ് പോവില്ല തൗഫീഖ് ഇല്ലെങ്കിൽ. 3 മാസമായി വാപ്പ വെള്ളോ അന്നോ ഇറങ്ങാതെ കിടക്കാൻ തുടങ്ങിയിട്ട് എന്ന് മക്കള് നാട്ടുകാരോട് പറയുന്നുള്ളത് ചോദിച്ചാൽ തൗഫീഖ് ഇല്ലെങ്കിൽ ചങ്ക് കൂടെ കീപ്പട്ടാണ് പോവില്ല. അള്ളാഹുവിനെ ഏൽപ്പിച്ചവർക്ക് മാത്രമാണ് തൗഫീഖ് ഉള്ളത്. ഉദാഹരണമാണ് കുട്ടികൾ. 2 കിലോമീറ്റർ ദൂരെയുള്ള ഉമ്മയാണെങ്കിലും തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നാൽ ഉമ്മക്കറിയാം. ഉമ്മ കുട്ടിയെ തൊട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് എങ്ങോട്ടോ പോയി, ഒരു 4 കിലോമീറ്റർ അപ്പുറത്തേക്ക് പോയി എന്തോ ഒരാവശ്യത്തിന്. തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി ഉണർന്നുകൊണ്ട് മുല കുടിക്കാൻ വേണ്ടി കരഞ്ഞാൽ 4 കിലോമീറ്റർ അപ്പുറത്തുള്ള ഉമ്മക്കറിയാം എൻ്റെ കുട്ടി ഉണർന്നിരിക്കുന്നു എന്ന്. കാരണം കുട്ടി ഉണർന്ന് കരഞ്ഞാൽ ഉമ്മയുടെ മുലയിലേക്ക് മുലപ്പാൽ ഇറങ്ങി വരും. കാരണം കുട്ടി അല്ലാഹുവിൽ തവക്കുൽ ചെയ്തിരിക്കുകയാണെന്നതാണ്. ഇതാണ് തവക്കുൽ ചെയ്താൽ.